ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാലത്തിനപ്പുറം ചരിത്രം രേഖപ്പെടുത്തിയ നാണയങ്ങളുടെ ശേഖരവുമായി ഒരു പ്രദർശനം. പുരാതന ഭാരതത്തിലെ മൌര്യ ഗുപ്ത സാമ്രാജ്യങ്ങളിൽ ഉപയോഗത്തിലിരുന്ന നാണയം മുതൽ കോഴിക്കോട് സാമൂതിരി കൈവശം വെച്ച നാണയശേഖരം വരെ പ്രദർശനത്തിന്റെ ഭാഗമാണ്. പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും നിർണായക ശേഷിപ്പുകളുടെ കാഴ്ചകൾക്ക് മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. സർവൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്ത് അക്ഷയ തൃതീയ. സ്വർണ്ണാഭരണശാലകളിൽ വൻ തിരക്ക്. അഖിലേന്ത്യാ നാണയ പ്രദർശനത്തിന് കോഴിക്കോട്ട് തുടക്കം. പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും നിർണായക ശേഷിപ്പുകളുടെ പ്രദർശനം 30 വരെ നീളും. എഴുത്ത് ലോട്ടറി ചൂതാട്ടത്തിനെതിരെ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. അഖിലേന്ത്യാ നാണയ കറൻസി പ്രദർശനത്തിന് കണ്ടംകുളം ജൂബിലി ഹാളിൽ തുടക്കമായി. കാലിക്കറ്റ് ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലൊരുക്കിയ പ്രദർശനം ശ്രദ്ധേയമാവുകയാണ്. പുരാതന ഭാരതത്തിലെ കോസല, മഗധ, മൌര്യ, ഗുപ്ത സാമ്രാജ്യങ്ങളിൽ ഉപയോഗത്തിലിരുന്ന നാണയങ്ങൾ മുതൽ അത്യപൂർവമായ സ്വർണം, വെള്ളി നാണയങ്ങൾ വരെ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ ഒരുക്കിയ നാണയ പ്രദർശനത്തിലുണ്ട്. കോഴിക്കോട് സാമൂതിരി, തിരുവിതാംകൂർ, അറക്കൽ രാജവംശങ്ങളുടെയും ടിപ്പു സുൽത്താന്റെയും അപൂർവ നാണയങ്ങളുടെ വൻ ശേഖരം പ്രദർശനത്തിലുണ്ട്. ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിലിറക്കിയ നാണയങ്ങളും കറൻസികളും പ്രദർശനത്തിലെ മുഖ്യ ആകർഷകങ്ങളാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ ഇറക്കിയ അൺസർക്കുലേറ്റഡ് സ്മരണിക നാണയങ്ങൾ, കറൻസികൾ, 250-ൽ പരം വിദേശ രാജ്യങ്ങളുടെ നാണയങ്ങളും ഫാൻസി നമ്പർ കറൻസികളും പ്രദർശനത്തിലൂടെ കാണാവുന്നതാണ്. ദ കാലിക്കറ്റ് ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലൊരുക്കിയ പ്രദർശനത്തെക്കുറിച്ച് പ്രസിഡന്റ് സുരേന്ദ്ര റാവു പറയുന്നത് ഇങ്ങനെയാണ്. പ്രധാനപ്പെട്ട പല നാണയങ്ങളും ഇവിടെ പ്രദർശനം വെച്ചിട്ടുണ്ട്. സാമൂതിരിയുടെ താരം നാണയങ്ങളാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ എല്ലാ നാണയങ്ങളും, ഇന്ത്യ ഇതുവരെ ഇറക്കിയിട്ടുള്ള കമ്മമറേറ്റ് നാണയങ്ങളും പിന്നെ മോഡേൺ നാണയങ്ങളും പല വെറൈറ്റീസിലുള്ള നാണയങ്ങൾ ഇന്നിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 30ഓളം പേരുടെ ശേഖരണത്തിലുള്ളതാണ് പ്രദർശനത്തിലുള്ള നാണയങ്ങളും കറൻസികളും. മഹത്തായ പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും നിർണായകമായ ശേഷിപ്പുകൾ രേഖപ്പെടുത്തിയ ഈ നാണയ പ്രദർശനം ചരിത്രാന്വേഷകർക്കും സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒരേ സമയം വിജ്ഞാനപ്രദവും കൌതുകപ്രദവുമാണെന്നതിൽ സംശയമില്ല. തളർന്ന ശരീരത്തിന് നറുപുഞ്ചിരിയും ആത്മവിശ്വാസവും ചേർത്തുവെച്ചതാണ് പ്രജീഷ് കുമാറിന്റെ ജീവിതത്തോടുള്ള വിജയം. വാഹനാപകടത്തെ തുടർന്ന് 5 വർഷമായി കിടപ്പിലായ പ്രജീഷ് തളരാത്ത മനസ്സുമായി ഏറെ പ്രതീക്ഷയോടെയാണ് ജീവിക്കുന്നത്. ബാലുശ്ശേരി സ്വദേശിക്ക് ഇനി ആവശ്യം സുമനസ്സുകളുടെ സഹായമാണ്. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ. ബാലുശ്ശേരി സ്വദേശിയായ പ്രജീഷ് പാട്ടുപാടുന്നത് കണ്ടാൽ ആരുടെ മനസ്സും ഈറനണിയും. കാരണം നിശ്ചലമായ ജീവിതത്തെ നറുപുഞ്ചിരിയോടും ആത്മവിശ്വാസത്തോടെയും നേരിടുകയാണ് പ്രജീഷ് കുമാർ. 5 വർഷങ്ങൾക്ക് മുമ്പ് ബാലുശ്ശേരിക്കടുത്ത് നന്മണ്ടയിൽ വെച്ചുണ്ടായ അപകടത്തിൽ നട്ടലിനു ക്ഷതമേറ്റ് തളർന്നുകിടക്കുകയാണ് പ്രജീഷ് ഇപ്പോൾ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന ഘട്ടത്തിൽ പ്രതീക്ഷയുടെയും പ്രോത്സാഹനത്തിന്റെയും കൈത്താങ്ങായത് മാതാപിതാക്കളും 2 സഹോദരങ്ങളും ഒരുപിടി നല്ല സുഹൃത്തുക്കളാണെന്നും അവരോടുള്ള ആ കടപ്പാട് ഒരിക്കലും അവസാനിക്കില്ലെന്നും പ്രജീഷ് പറയുന്നു. ബെഡ് സോർ ഉണങ്ങാതെ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ബെഡ് സോറിനെ ഉണക്കത്തിന് അത് ബാധിക്കുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു. അതുകൊണ്ട് ബെഡ് സോർ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഏകദേശം 5 വർഷത്തോളമായി.
ഇപ്പം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാം കൊണ്ടും ഞങ്ങൾ തളർന്നു. ഫൈനാൻഷ്യലി ആയിട്ടും പിന്നെ മാനസികമായിട്ടും വീട്ടിലുള്ള എല്ലാവരും എനിക്കിത് പറ്റിയോടുകൂടി എല്ലാവർക്കും ഒരു ക്ഷീണമായി എല്ലാ തരത്തിലും. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്താലാണ് ഇതുവരെ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. തുടർ ചികിത്സയ്ക്കുള്ള ശ്രമത്തിലാണ് പ്രജീഷും കുടുംബവും. ചികിത്സാ സഹായം തേടുന്നുമുണ്ട്. തന്റെ സ്ഥിതിയിൽ പരിപൂർണ മാറ്റമുണ്ടാവും എന്നൊന്നും പ്രതീക്ഷയില്ല. എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും കുറച്ചെങ്കിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രജീഷും കുടുംബവും. സാമ്പത്തിക സഹായം എത്തിക്കാൻ താല്പര്യമുള്ളവർ 9745515481 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ക്യാമറാമാൻ കൃതേഷ് വേങ്ങരിക്കൊപ്പം സ്നേഹ തോമസ്, കോഴിക്കോട്. എഴുത്ത് ലോട്ടറി ചൂതാട്ടക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, അന്യസംസ്ഥാന ലോട്ടറി തടയുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തി ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി. കലക്ടറേറ്റിലെ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മുൻ DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. എഴുത്ത് ലോട്ടറി ചൂതാട്ടക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, അന്യസംസ്ഥാന ലോട്ടറി തടയുക, ലോട്ടറി വിറ്റുവരവിന്റെ 50% സമ്മാനത്തുകയ്ക്കായി നീക്കിവെക്കുക, ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംരക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലെ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സമ്മാനഘടന പരിഷ്കരിക്കണമെന്നും ക്ഷേമനിധി ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ആവശ്യപ്പെട്ടു. മുൻ DCC പ്രസിഡന്റ് KC അബു ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ നല്ല നേതാവായിരിക്കാം, വലിയ സംഘാടകനായിരിക്കാം. പക്ഷെ അഭിനയം മമ്മൂട്ടിക്ക് നൃത്തം വഴങ്ങില്ല എന്ന് പറയുന്നത് ഭരണം എന്നത് സഖാവ് പിണറായി വിജയന് വഴങ്ങാത്തൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല എന്ന് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായി ബോധ്യമായി. സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷയില്ലാത്തൊരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യർ 100 പിഴയ്ക്കെന്ന് പറയാറുണ്ട്. കൊല്ലാക്ക് നിന്നുമുള്ളിയാൽ കുട്ടികൾ നടന്നുമുള്ളൂ എന്ന് പറയാറുണ്ട്. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് പ്രസാദ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. VK പ്രകാശൻ, MC തോമസ്, KC രാമചന്ദ്രൻ, AP പീതാംബരൻ, അനിൽ തലക്കുളത്തൂർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സർവ്വ ഐശ്വര്യ ദിനമായ അക്ഷയ തൃതീയയെ വരവേറ്റ് നഗരം. അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങി ഐശ്വര്യം കൈവരിക്കാൻ നിരവധി പേരാണ് നഗരത്തിലെ ആഭരണശാലകളിലേക്ക് ഒഴുകിയെത്തിയത്. വിവിധ ശ്രേണികളിലെ ആഭരണങ്ങൾക്ക് വിലക്കിഴിവും മികച്ച ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. വൈശാഖ മാസത്തിന്റെ 3-ാം നാളിൽ വരുന്ന അക്ഷയതൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്ന വിശ്വാസം കണക്കിലെടുത്താണ് അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണവും രത്നങ്ങളും വാങ്ങുന്നത്. മൂല്യമേറിയവ വാങ്ങുന്ന വിശിഷ്ട ദിനത്തിൽ നഗരത്തിലെ ആഭരണശാലകളിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. മിക്ക സ്ഥാപനങ്ങളിലും തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പ്രത്യേകം കൌണ്ടറുകൾ ഒരുക്കിയാണ് അക്ഷയതൃതീയ ദിനത്തെ തിരക്ക് നിയന്ത്രിച്ചത്. ഏപ്രിൽ 25 മുതൽ 28 വരെ ഒരുക്കിയ ഓഫറുകളിൽ അക്ഷയതൃതീയ സ്പെഷ്യൽ ആഭരണങ്ങൾക്ക് സവിശേഷ വിലകളാണ് ഈടാക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗിനോടൊപ്പം വൈവിധ്യമാർന്ന സമ്മാനങ്ങളും സ്ഥാപനം ഉറപ്പുവരുത്തുന്നുണ്ട്. വിവിധ ഡിസൈനുകളിലെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക വിലക്കിഴിവാണ് ഒരുക്കിയിട്ടുള്ളത്. സിൽവർ കോയിനുകൾ, വാച്ചുകൾ, ക്ലോക്കുകൾ എന്നിവയുൾപ്പെടെ 50 ഗ്രാം സ്വർണം മെഗാ പ്രൈസായും ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. വിസ്മയിപ്പിക്കുന്ന സ്റ്റോക്കും സെലക്ഷനും പ്രദാനം ചെയ്യുന്ന ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലും അക്ഷയതൃതീയയോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 50% മുതൽ ഡിസ്കൌണ്ടാണ് ഡയമണ്ട് ആഭരണങ്ങൾക്കുള്ളത്. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി ഒരുക്കിയ വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫറിൽ 24 ഭാഗ്യശാലികൾക്ക് ബൈക്കുകൾ, സ്കൂട്ടറുകൾ കൂടാതെ നിരവധി സമ്മാനങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ അക്ഷയതൃതീയ സ്വർണം വാങ്ങാനുള്ള തിരക്കിലാണ് ഉപഭോക്താക്കൾ. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 30-ന് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നല്ലളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരും മെഡിക്കൽ സംഘവും പങ്കെടുക്കും. നല്ലളം ചാരിറ്റബിൾ ട്രസ്റ്റ്, അരീക്കാട് ദയ പാലിയേറ്റീവ് ക്ലിനിക്, IMA കോഴിക്കോട്, ഈസ്റ്റ് റോട്ടറി ക്ലബ്, കോഴിക്കോട് മലബാർ ക്യാൻസർ സെന്റർ എന്നിവ സംയുക്തമായി ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 30-ന് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നല്ലളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘം പങ്കെടുക്കും. കോഴിക്കോട് കോർപ്പറേഷൻ 40, 41, 42, 43 ഡിവിഷനുകളിലെ 20,000-ൽ പരം അംഗങ്ങളിൽ കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ, മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ആരോഗ്യ സർവേ നടത്തി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവരെ ക്യാമ്പിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കും. തുടക്കത്തിൽ രോഗം കണ്ടെത്തുന്ന മുറയ്ക്ക് ക്യാൻസർ പൂർണ്ണമായി മാറ്റിയെടുക്കാമെന്നത് രോഗികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ തുടർ ചികിത്സയ്ക്കും മറ്റും എല്ലാ സൌകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വാർത്തകളിൽ ഒരിടവേള.
1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017 എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി മുണ്ടോപ്പാടത്ത് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടോമ്പാടത്ത് നടത്തിയ നെൽകൃഷി വിളവെടുപ്പ് ആരംഭിച്ചു. കൊയ്ത്തുത്സവം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി മുണ്ടോമ്പാടത്ത് 5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തിയിരുന്നത്. കൃഷിമന്ത്രിയായിരുന്നു നടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തത്. വാർഡ് മെമ്പർ ഉൾപ്പെടുന്ന കർഷക കൂട്ടായ്മയാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നായി 1 ലക്ഷത്തോളം രൂപ കൃഷിക്ക് സഹായമായി ലഭിച്ചിട്ടുണ്ട്. ജലക്ഷാമം രൂക്ഷമായതോടെ കൃഷി നശിക്കുമെന്ന ഭീതിയിലായിരുന്നു കർഷകർ. എന്നാൽ ഡോക്ടർ M. അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിൽ ഹോമിയോ അഗ്രോ കെയർ അഥവാ ജീവന ഔഷധം പ്രയോഗിച്ചതാണ് നെൽകൃഷിക്ക് രക്ഷയായത്. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശത്തെപ്പറ്റി പറയുമ്പോൾ പ്യൂട്രിസിൻ എന്നുള്ള ഒരു കെമിക്കല് ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ അതിന് ഏത് ചൂട് കാലാവസ്ഥയും തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകുമെന്ന് ഒരു ശാസ്ത്രീയ പഠനം ഡൽഹിയിൽ നടത്തിയ ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊരു ശാസ്ത്രീയ അടിത്തറയോടുകൂടി തന്നെയാണ് ഈ നമ്മുടെ മരുന്നിൻ്റെ പ്രയോഗം സാധ്യമാകുന്നത്. ആവശ്യമെങ്കിൽ 22.5 രൂപ നിരക്കിൽ നെല്ല് സംഭരിക്കാൻ കൃഷി വകുപ്പ് ഒരുക്കമാണെന്നും ഇത്തവണത്തെ കൃഷി നഷ്ടമാകില്ല എന്നും കൃഷി ഓഫീസർ അജയ് അലക്സ് പറഞ്ഞു. ചടങ്ങിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു. N. മനോജ് കുമാർ, മനോജ് പാലാത്തൊടി, V. വിജയൻ, E. രമണി, മുസാഫിർ അഹമ്മദ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അരനൂറ്റാണ്ടിലേറെ കാലമായി ഉപകരണ സംഗീത രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന P. പത്മനാഭന് നാട് ആദരമൊരുക്കുന്നു. സ്നേഹപൂർവ്വം പപ്പേട്ടന് എന്ന സംഗീത സായാഹ്നം ഏപ്രിൽ 30 മീഞ്ചന്ത NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. അരനൂറ്റാണ്ടിലേറെ കാലമായി ഉപകരണ സംഗീത രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന P. പത്മനാഭനെ നാട് ആദരിക്കുന്നു. മീഞ്ചന്ത അരക്കിണർ
YMRC, അരീക്കാട്, നല്ലളം വാർഡുകളിലെ റെസിഡൻസ് അസോസിയേഷനുകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്നേഹപൂർവ്വം പപ്പേട്ടന് എന്ന സംഗീത സായാഹ്നം ഏപ്രിൽ 30 വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് മീൻചന്ത NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മെഗാ സംഗീത പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായകരായ P. ജയചന്ദ്രൻ, സതീഷ് ബാബു, ബാംഗ്ലൂർ മുഹമ്മദ് അസ്ലം, സിത്താര തുടങ്ങി 25ലധികം ഗായകർ പങ്കെടുക്കും. പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ക്രമസമാധാനം നിലനിർത്തേണ്ട പോലീസിനെ നിഷ്ക്രിയരാക്കി താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരമൊരുക്കിയതിന്റെ ഫലമാണ് സർക്കാർ ഇന്ന് അനുഭവിക്കുന്നതെന്ന് IUML ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല. SCU സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. അഷ്റഫ് മാവൂർ അധ്യക്ഷം വഹിച്ച പരിപാടി SCU സംസ്ഥാന ട്രഷറർ സിബി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല ഉദ്ഘാടനം ചെയ്തു. സമാധാനപൂർവമായ ജീവിതം ഉറപ്പുവരുത്താൻ ക്രമസമാധാനം ഭദ്രമാക്കേണ്ട പോലീസ് വിഭാഗത്തെ 100% നിഷ്ക്രിയരാക്കി താൽപര്യത്തിനനുസരിച്ച് തുള്ളുന്നവരായി പോലീസ് മാറണമെന്ന രൂപത്തില് ഇടപെട്ടതിന്റെ ദുരിതഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. സിവിൽ രംഗത്തേക്ക് വന്നാലോ IAS ഉദ്യോഗസ്ഥന്മാരെ ആക്ഷേപിക്കുന്നു. മെനിയാന്നും ഒരു മന്ത്രി എന്താക്ഷേപമാണ് പറയുന്നത്? ഊളംപാറയിലെ കയക്കണം, അതുപോലെ തന്നെ പൊതു വേദിയിൽ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഇന്നതായിരുന്നു എന്ന് എടുത്തു പറയാൻ പോലും നമ്മൾക്ക് അറപ്പ് തോന്നുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാരെ, ഭരിക്കുന്നതിലെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളെയൊക്കെ തീർത്തും നിരന്തരവതപരമായി അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് പരിഹസിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. SU ജില്ലാ പ്രസിഡന്റ് MK ഇസ്മയിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുള്ള അരയങ്കോട്, സംസ്ഥാന പ്രസിഡന്റ് നസീം ഹരിപ്പാട്, PM ഹനീഫ, കീഴ്ശ്ശേരി മൂസ, ഫൈസൽ, അസീസ് മാസ്റ്റർ, ജബ്ബാർ മാസ്റ്റർ, സലാം മലയമ്മ, KK ആലിക്കുട്ടി, മുഹമ്മദ് മുസ്തഫ, സുലൈഹി ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ സർക്കാരും ജീവനക്കാരും എന്ന വിഷയത്തിൽ ഡോക്ടർ ഹാറൂൺ വിഷയം അവതരിപ്പിച്ചു. അഷ്റഫ് കാരന്തൂർ, അബ്ദുൽ ഗഫൂർ, ശശികുമാർ വടകര എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് പാളയം മുഹീദ്ദീൻ പള്ളി കേന്ദ്രമാക്കി ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റി ലൈഫ് വിവിധ പഠന പരിശീലന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിച്ചതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹീദ്ദീൻ പള്ളി കേന്ദ്രമാക്കി ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റി ലൈഫാണ് വിവിധ പഠന പരിശീലന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിച്ചത്. യുവതി യുവാക്കൾക്കുള്ള വിവാഹപൂർവ്വ പഠന പരിശീലന കോഴ്സിന്റെ പ്രഥമ ബാച്ചിലെ അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഏപ്രിൽ 30 ഉച്ചയ്ക്ക് 2:30 പാളയം മുഹീദ്ദീൻ പള്ളിയിൽ വെച്ച് നൽകും. സർട്ടിഫിക്കറ്റ് വിതരണം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിനോടനുബന്ധിച്ച് 50 വർഷക്കാലത്തെ ദാമ്പത്യം പിന്നിട്ട KP ആലിക്കോയ, ഖദീജ ആലിക്കോയ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. IQL ദമ്പതിമാർക്കുള്ള ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് കോഴ്സ്, കൌമാരക്കാരായ കുട്ടികളുള്ള രക്ഷാകർത്താക്കൾക്കുള്ള ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് കോഴ്സ്, 4 വയസ്സുവരെയുള്ള കുട്ടികളുള്ള രക്ഷാകർത്താക്കൾക്കുള്ള ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവ മെയ് മാസത്തിൽ ആരംഭിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സിറ്റി കെയർ ഡെപ്പോസിറ്റ് പദ്ധതിക്ക് തുടക്കമായി. മലയാള സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കുന്ന സിറ്റി കെയർ ഡെപ്പോസിറ്റ് പദ്ധതി മലയാള സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. 18 മുതൽ 60 വയസ്സുവരെയുള്ള നിലവിൽ അർബുദ രോഗബാധിതരല്ലാത്ത വ്യക്തികൾക്ക് 10,000 രൂപ നിക്ഷേപിച്ച് പദ്ധതിയിൽ അംഗങ്ങളാവാം. 10,000 രൂപയ്ക്ക് 5 ലക്ഷം രൂപ എന്ന നിരക്കിൽ ചികിത്സാനുകൂല്യത്തിന് അർഹത ലഭിക്കും. നിക്ഷേപകന് 60 വയസ്സ് പൂർത്തിയാവുന്ന തീയതി വരെ കണ്ടെത്തുന്ന അർബുദ സംബന്ധമായ രോഗങ്ങൾക്ക് ചൂലൂരിലെ MVR ക്യാൻസർ സെന്ററിൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ ആനുകൂല്യം ലഭിക്കും. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ CN വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അർബുദ രോഗത്തെക്കുറിച്ച് MVR ക്യാൻസർ സെന്ററിലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ N. നാരായണൻകുട്ടി വാര്യർ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. നമുക്കത് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. ഏറ്റവും അവിടെ വരുന്ന പേഷ്യൻസിന്റെ നിന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ കിട്ടുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പലരുടെയും ഹൃദയം കവരാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. KV സുരേഷ് ബാബു, KP രാമചന്ദ്രൻ, സാജു ജെയിംസ്, P. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജയന്തി ഹരിഹര സുബ്രഹ്മണ്യത്തിന് ആദ്യ ബോണ്ട് കൈമാറി. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. Oh my God, 1/2 kilo കൂടി. ഹെവി വെയിറ്റോ? എനിക്കോ? ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. Oh wow, thank God നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. വാർത്തകൾ തുടരുന്നു. ഇന്ത്യ അതിവേഗം മതരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് BJP സർക്കാരുകളുടെ നേതൃത്വത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് ഡോക്ടർ MN കാരശ്ശേരി. അധിനിവേശ പ്രതിരോധ സമിതി സംഘടിപ്പിച്ച മതവിമർശനവും ഫാസിസ്റ്റ് വിരുദ്ധ ജീവിതവും ജനകീയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. TP ചന്ദ്രശേഖരൻ അനുസ്മരണത്തിന്റെ ഭാഗമായി അധിനിവേശ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മതവിമർശനവും ഫാസിസ്റ്റ് വിരുദ്ധ ജീവിതവും എന്ന വിഷയത്തിൽ ജനകീയ സംവാദം നടന്നു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സംവാദത്തിൽ MN കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യ അതിവേഗം മതരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് BJP സർക്കാരുകളുടെ നേതൃത്വത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. MLA പോലുമല്ലാത്ത യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയാക്കിയതും ഗോശാലകളും ഇടയ സമൂഹവുമില്ലാത്ത കേരളത്തിൽ പോലും ഗോപൂജകൾ സംഘടിപ്പിക്കുന്നതും ഇതിന്റെ തെളിവുകളാണ്. നേരത്തെ വളർച്ചയുടെ വൈകാരിക ഇന്ധനമായി രാമക്ഷേത്ര നിർമ്മാണം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഗോപൂജയെ BJP ഉപയോഗിക്കുന്നത്. വിദേശീയമായതെല്ലാം അസ്വീകാര്യമാണെന്ന് പറയുന്ന BJPക്ക് എങ്ങനെയാണ് പാശ്ചാത്യ ആശയമായ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനെയാണ് മതദേശീയത, റിലീജിയസ് നാഷണാലിസം എന്ന് വിളിച്ചത്. എന്നിട്ട് ഓരോ കൊല്ലം കഴിയുന്തോറും പാകിസ്ഥാൻ കൂടുതൽ കൂടുതൽ മതവൽകൃതമായി. ഇപ്പൊ എന്താ, അവിടെ വേറെ ആർക്ക് ജീവിക്കാൻ പറ്റിയാലും മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് അഭാരതീയമാണ്. തങ്ങൾ സാംസ്കാരിക ദേശീയവാദികളാണ് എന്ന് പറയുന്ന BJP ഇതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുന്നില്ല. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായാൽ ഏറ്റവും കഷ്ടപ്പെടുക ഹിന്ദുക്കൾ ആയിരിക്കും. സതി അടക്കമുള്ള ആചാരങ്ങളെല്ലാം അവർ അനുഷ്ഠിക്കേണ്ടി വരും എന്നതാണ് കാരണം. അധികാരവും മതവും കൂട്ടുചേരുമ്പോൾ അത് കൂടുതൽ അക്രമാസക്തമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഡോക്ടർ ആസാദ് അധ്യക്ഷത വഹിച്ചു. ശാന്തിഗിരിയിലെ നവോലി ജ്യോതിർദിനം 18-നോടനുബന്ധിച്ച് സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 30-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ശാന്തിഗിരിയുടെ നവോലി ജ്യോതിർദിനം 18-മായി ബന്ധപ്പെട്ട് രാജ്യത്ത് വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. ഇതോടനുബന്ധിച്ച് ഏപ്രിൽ 30-ന് 5 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമ്മേളനം നടത്തുന്നു. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ശാന്തിഗിരി ആശ്രമം വിദ്യാർത്ഥികൾക്കായി രൂപം നൽകിയ ഉത്തരശ്രീ പഠന സഹായ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മവും നടക്കും. ഗുരുവിന്റെ ത്യാഗ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകിയ അമഹത് സന്ദേശം മാനവരാശിയുടെ നവസംസ്കാരത്തിനായി മാറ്റിയെടുക്കുക എന്ന മഹത്വമായ ശിഷ്യന്റെ ധർമ്മത്തെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. കമലേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെയും AAEPയുടെയും GDSന്റെയും ആഭിമുഖ്യത്തിൽ തപാൽ ജീവനക്കാർ കൂട്ടധർണ നടത്തി. AK രമേശ് ഉദ്ഘാടനം ചെയ്തു. തപാൽ മേഖലയിലെ ഗ്രാമീൺ ഡെക് സേവക ജീവനക്കാരുടെ സേവന വേതന പരിഷ്കരണത്തിനുള്ള കമലേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെയും AAPU GDSന്റെയും ആഭിമുഖ്യത്തിൽ തപാൽ ജീവനക്കാർ കൂട്ടധർണ നടത്തി.
കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ AK രമേശ് ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റലാക്കാൻ പറഞ്ഞതാരാ? വിസ കമ്പനി. ആ വിസ ഈ നവംബർ 8 റിപ്പോർട്ട് റദ്ദാക്കൽ പരിപാടി കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മുമ്പ് ഒക്ടോബർ മാസം റിപ്പോർട്ട് സമർപ്പിച്ചു. അത് ഡിസംബർ മാസമായപ്പോൾ പടാൽ കമ്മിറ്റി അതേപടി പകുതി എഴുതി കൊടുത്തു. ഇപ്പം നടപ്പാക്കി തുടങ്ങി. ഞങ്ങൾ റദ്ദാക്കിയ നോട്ടിന് അത്ര അച്ചടിക്കില്ല എന്ന് ജയിക്ക് തന്നെ പറഞ്ഞു. അത് 5 ദിവസങ്ങളുണ്ട്, മാസങ്ങൾ വേണ്ട, ദിവസങ്ങൾക്കകം തീരുമാനം. ഇപ്പം ഗവൺമെന്റിന് അനുകൂലമായ, ഗവൺമെന്റ് എന്ന് വെച്ചാൽ ജീവനക്കാർക്കും സാധാരണക്കാർക്കും എതിരായുള്ള നടപടികളുടെ സ്പീഡ് വളരെ കൂടുതലാണ്. എന്നാൽ ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർ പ്രക്ഷോഭരംഗത്തെ കണിനിരക്കേണ്ടത്. KV ജയരാജ്, CK പ്രഭാകരൻ, AV വിശ്വനാഥൻ, P രമ, VS സുരേന്ദ്രൻ, K രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ പച്ചനായകി മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ശ്രീ ബാലമുരുകന്റെയും ശ്രീ അയ്യപ്പന്റെയും ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കുമാരശാസ്ത്രി ചെന്നൈയുടെ ആഭിമുഖ്യത്തിൽ കുംഭാഭിഷേകം നടന്നു. കോഴിക്കോട് മേലെപ്പാളയം എകർന്നപറമ്പിലുള്ള ശ്രീ പച്ചനായകി മാരിയമ്മൻ ദേവി ക്ഷേത്ര സമുച്ചയത്തിൽ ശ്രീ ബാലമുരുകൻ, ശ്രീ അയ്യപ്പൻ എന്നീ ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. അക്ഷയതൃതീയ നാളിൽ രാവിലെ 9-നും 10:15-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കുമാരശാസ്ത്രികൾ ചെന്നൈയുടെ കാർമ്മികത്വത്തിലാണ് കുംഭാഭിഷേക ചടങ്ങുകൾ നടന്നത്. മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്നുള്ള പ്രഭാത പൂജയ്ക്ക് ശേഷമാണ് കുംഭാഭിഷേകം നടന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കരകോത്സവത്തിന് 29 ശനിയാഴ്ച തുടക്കമാകും. എരഞ്ഞിപ്പാലം വടക്കില്ലത്ത് ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊണ്ടാടി. എരഞ്ഞിപ്പാലം വടക്കില്ലത്ത് ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. പരമ്പരാഗതമായ രീതിയിലുള്ള പൂജകളും ചടങ്ങുകളും മഹാഗണപതി ഹോമവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊണ്ടാടി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാതിരിശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശ്രീ തായാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ചേർന്ന കലശം വരവ്, പൂണടുത്ത് അല്പം പറമ്പിൽ നിന്നും എത്തിച്ചേർന്ന ആഘോഷവരവ്, മേത്തലത്ത് പുറത്തുപറമ്പിൽ നിന്നും പുറപ്പെട്ട താലപ്പൊലി എന്നിവയ്ക്കു പുറമെ മുൻകാല പ്രതിഭാ നടന ധനു PK നയിച്ച ഡാൻസ് ഡ്രാമ, നാട്യകലാക്ഷേത്രം അരീക്കോട് അവതരിപ്പിച്ച ശാസ്ത്രീയ അർദ്ധശാസ്ത്രീയ നൃത്തങ്ങൾ എന്നിവ ഉത്സവത്തിന്റെ മാറ്റുകൂട്ടി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പണ്ണത്താംകണ്ടി പ്രേമരാജൻ, ജനറൽ കൺവീനർ വെളുത്തൂർ ദിലീപ് എന്നിവർ ഉത്സവത്തിന് നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ 11ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ അളകാപുരിയിൽ നടക്കും. മെയ് 1 നടക്കുന്ന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ 11ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 30 ഉച്ചയ്ക്ക് 3 മണിക്ക് വിജ്ഞാന സദസ്സ് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭാവി ബാങ്കിംഗിന്റെ സാങ്കേതിക വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ അനുപം സറാഫ് പ്രഭാഷണം നടത്തും. സംഘടന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി S നാഗരാജൻ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് TM ബൈജുരാജ് സംവിധാനം ചെയ്ത അവസ്ഥ എന്ന സിനിമ പ്രദർശിപ്പിക്കും. മെയ് 1 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്ത് അക്ഷയ തൃതീയ, സ്വർണ്ണാഭരണശാലകളിൽ വൻ തിരക്ക്. അഖിലേന്ത്യാ നാണയ പ്രദർശനത്തിന് കോഴിക്കോട്ട് തുടക്കം. പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും നിർണായക ശേഷിപ്പുകളുടെ പ്രദർശനം 30 വരെ നീളും. എഴുത്ത് ലോട്ടറി ചൂതാട്ടത്തിനെതിരെ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.